See chapter 1 solution question number 22. ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെ ഐറ്റംസാണ് വന്നിരിക്കുന്നത് അത് ടിക്ക് ഇടാം. നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടുത്തെ കറൻറ്റ് ഇയർ ഏതാണ്? 31 December 2010. ദാറ്റ് ഈസ് 1 January 2010 to 31 December 2010. Opening date 1 January 2010, closing date 31 December 2010. ഇവിടെ ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്? ലെഗസീസ്, ഡൊണേഷൻ, റെൻറ്റ്, സാലറി, അഡ്വർടൈസ്മെൻറ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഐറ്റംസൊക്കെ നിങ്ങളവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരയ്ക്കാം. ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരച്ചിരിക്കണം. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31 December 2010, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1 January 2010, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 December 2010. ഇപ്പോൾ എല്ലാവരും വരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആദ്യം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്? ഹാഫ് ഓഫ് ലെഗസീസ് ആൻഡ് ഡൊണേഷൻ ആർ ടു ബി ട്രീറ്റഡ് ആസ് ഇൻകം. അതായത് നമ്മളതിൽ ഡൊണേഷനും ലെഗസീസും റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയാണ് കറൻറ്റ് ഇയർ റിസീവ് ചെയ്തിരിക്കുന്ന ഡൊണേഷൻ? എത്രയാണ്? 8,000, ലെഗസീസ് 6,000. അതിൻ്റെ ഹാഫ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹാഫ് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം എന്താ ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൽ, അതായത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഹാഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. ലെഗസീസ് 6,000 ആയിരുന്നു, അതിൻ്റെ ഹാഫ് 3,000. ഡൊണേഷൻ 8,000 ആയിരുന്നു, അതിൻ്റെ ഹാഫ് 4,000. ഇനി ഹാഫ് എന്ന് പറഞ്ഞ് ബാക്കി ഹാഫ് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ചിട്ടില്ല, അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് എഴുതിയിടാം. സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അത് കണ്ടുപിടിച്ചിട്ടില്ല, അതിനുള്ള സ്പേസ് അവിടെ ഇടാം. ആഡ് ലെഗസീസ് 3,000, ആഡ് ഡൊണേഷൻ 4,000. ഇവിടെ ഞാൻ ഒന്നും കൂടിയും ഓർമ്മിപ്പിക്കുകയാണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇയറിൽ മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള റെസിപ്റ്റ്സുകളും പേയ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൽ വ്യത്യാസമായിട്ട് വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടിയും ലാസ്റ്റ് പറയാം. ഇനി കറൻറ്റ് ഇയറിൽ മേടിച്ചതിൽ മുൻ വർഷങ്ങളിലെയോ വരാൻ പോകുന്ന വർഷങ്ങളെയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ റവന്യൂ നേച്ചറിലും ക്യാപിറ്റൽ നേച്ചറിലും ഉണ്ടായിരിക്കാം. റവന്യൂ നേച്ചറിലുള്ളത് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാവൂ, ക്യാപിറ്റൽ നേച്ചറിലുള്ളത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 200. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, സാലറി, അഡ്വർടൈസ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളാണ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റൊന്നും ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേതായിരിക്കും? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും, അതായത് കറൻറ്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ഓപ്പണിംഗ് ആണെങ്കിൽ അത് പ്രത്യേകം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യാം. എന്തുകൊണ്ട് ആഡ് ചെയ്യാൻ എന്താ കാരണം? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ കിട്ടാനുള്ളത് അല്ലെങ്കിൽ കൊടുക്കാനുള്ളത്. ഇവിടെ റെൻറ്റ്, സാലറി, അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസസ് ആണ്, അപ്പോൾ അത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അതാത് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്കറിയാം ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട്, കൊടുക്കാനുള്ള എമൗണ്ട് ആയതുകൊണ്ട് അത് ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിൽ സൈഡിൽ എഴുതാം, ലയബിലിറ്റി സൈഡിൽ എഴുതാം. റെൻറ്റ് 1,200, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 200. എന്തുകൊണ്ടാണിത് ആഡ് ചെയ്തത്? കറൻറ്റ് ഇയർ, അതായത് ക്ലോസിംഗ് ഡേറ്റിലെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റാണ്. ക്ലോസിംഗ് എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഓപ്പണിംഗ് ആണെന്നൊന്നും പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് കറൻറ്റ് ഇയറിലെ അല്ലെങ്കിൽ ക്ലോസിങ്ങിലെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റായിട്ട് എടുക്കുന്നു, അത് ആഡ് ചെയ്യുന്നു. ഇനി അത് ഏത് ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്? കറൻറ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ, അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 200. നെക്സ്റ്റ് വൺ ഏതാണ്? സാലറീസ് 300, അതായത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 300.
ഈ വർഷം കൊടുത്തിരിക്കുന്ന സാലറി എത്രയാണ്? 2600 ആണ്. അപ്പോൾ ഈ വർഷം കൊടുത്തിരിക്കുന്ന സാലറി 2600. ഇനി കൊടുക്കാനുള്ളത് എത്രയാണ്? കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് സാലറി 300. അപ്പോൾ അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, ആഡ് ചെയ്യാം. സാലറി 2600, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 300, ടോട്ടൽ 2900. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 300. നെക്സ്റ്റ് വൺ അഡ്വർടൈസ്മെൻറ്റ് ₹50. ഈ വർഷം കൊടുത്ത അഡ്വർടൈസ്മെൻറ്റ് എത്രയാണ്? 250 ആണ്. ഇനി ഔട്ട്സ്റ്റാൻഡിങ്ങിൽ, അതായത് കൊടുക്കാനുള്ള എമൗണ്ട് എത്രയാണ്? 50. ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അഡ്വർടൈസ്മെൻറ്റ് 250, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 50, ടോട്ടൽ 300. ഇനി അത് ലയബിലിറ്റി ആയ കാരണം കൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെൻറ്റ് 50. അപ്പോൾ ഇവിടെ റെൻറ്റ്, സാലറി, അഡ്വർടൈസ്മെൻറ്റ് ഇത് മൂന്നിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കണോ. ഇനി അത് ബാലൻസ് ഷീറ്റിൽ, ഏത് ബാലൻസ് ഷീറ്റിലാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻഷുറൻസ് പ്രീമിയം പ്രീപെയ്ഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹250. അതായത് ഈ വർഷം കൊടുത്ത ഇൻഷുറൻസിൻ്റെ എമൗണ്ട് എത്രയാണ്? 1000 ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് എന്താ? 1000 രൂപയിൽ 250 രൂപ വരെ പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതായത് അടുത്ത വർഷത്തേക്ക് വേണ്ടി ഈ വർഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഈ വർഷത്തെ എക്സ്പെൻസസ് അല്ല, അടുത്ത വർഷത്തെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് കറൻറ്റ് ഇയറിൽ കൊടുത്തിരിക്കുന്നതാണ്. അതായത് ക്ലോസിംഗ് പ്രീപെയ്ഡ് ആണ്. ക്ലോസിംഗ് പ്രീപെയ്ഡ് ലെസ് ചെയ്യാം. ഇനി അത് എവിടെ കാണിക്കണം? പ്രീപെയ്ഡ്, ക്ലോസിംഗ് പ്രീപെയ്ഡ് ആയതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന എക്സ്പെൻസസ് ആണ്. അപ്പോൾ അത് അസറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇൻഷുറൻസ് 1000 ലെസ് പ്രീപെയ്ഡ് ഇൻഷുറൻസ് 250, ഔട്ടർ കോളത്തിൽ 750. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 250. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് യെറ്റ് ടു ബി റിസീവ്ഡ് ₹500. അതായത് യെറ്റ് ടു ബി റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും റിസീവ് ചെയ്യാനുണ്ട്. ഇനിയും റിസീവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണ്. ഈ വർഷം മേടിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 9500 ആണ്. ഇനിയും എത്ര കളക്ട് ചെയ്ത് കിട്ടാനുണ്ട്? 500. അത് ഈ വർഷം കളക്ട് ചെയ്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ ക്യാഷായിട്ട് കളക്ട് ചെയ്ത് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആഡ് ചെയ്യാം. നമുക്ക് ഡേറ്റ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അത് ഈ വർഷത്തെ ആയിട്ട് എടുത്തു. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 9500, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 500, ടോട്ടൽ 10000. ഇനി അത് കിട്ടാനുള്ള ഇൻകമാണ്, അസറ്റ്സ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 500. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാ ഐറ്റംസ് എഴുതി കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ്? ലെഗസീസ്, ഡൊണേഷൻ, ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെൻറ്റ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് എൻ്റർ ചെയ്യണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം റെസിപ്റ്റ് സൈഡ് എടുക്കാം. ബാലൻസ് ബ്രോഡ് ഡൗൺ. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഏതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത് നോക്കി നോക്കിയാൽ ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ്സ്, ക്യാഷ് ഇൻ കറൻറ്റ് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഡേറ്റ്? 1 ജാനുവരി 2010 ആണ്. അപ്പോൾ അത് എവിടെ എഴുതേണ്ടത്? ഓപ്പണിംഗ് ഡേറ്റിൽ തരുന്ന ക്യാഷും ബാങ്കൊക്കെ എവിടെ എഴുതണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ്സ് 500, ക്യാഷ് ഇൻ കറൻറ്റ് അക്കൗണ്ട് 2400, ക്യാഷ് ഇൻ ഹാൻഡ് 300. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക് എവിടെയാണ് എഴുതേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ. നെക്സ്റ്റ് വൺ നോക്കാം. ഡൊണേഷൻ. ഡൊണേഷൻ്റെ കഴിഞ്ഞു. സബ്സ്ക്രിപ്ഷൻ എഴുതിയിട്ടില്ല, അപ്പോൾ അത് ഇൻകം സൈഡിൽ എഴുതാം. അപ്പോൾ ബാക്കിയുള്ള റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സബ്സ്ക്രിപ്ഷൻ. എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ്. എൻഡോമെൻറ്റ് ഫണ്ടിൻ്റെ തിയറിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്നതാണ്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ടാണ്. അങ്ങനെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലായിട്ടാണ് എഴുതേണ്ടത്. ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കണം.
സെപ്പറേറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാച്ച് നടത്താൻ വേണ്ടി വന്നതായിരിക്കാം, ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടി വന്നതായിരിക്കാം, പ്രൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നടത്തിക്കുന്ന ഫണ്ടുകളാണ്. അങ്ങനെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കണം. അപ്പോൾ എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ് ആണ്. അപ്പോൾ അതെന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞു, ലെഗസീസ് എഴുതി കഴിഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് അത് റവന്യൂ റെസിപ്റ്റ്സ് ആണ്. സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ റവന്യൂ റെസിപ്റ്റ്സ്. അപ്പോൾ ഇനി ഈ സൈഡിൽ എഴുതാത്ത റവന്യൂ റെസിപ്റ്റ്സുകൾ ഏതൊക്കെയാണ്? സബ്സ്ക്രിപ്ഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ. അപ്പോൾ ഇത് 3 ഐറ്റം ഇൻകം സൈഡിൽ എഴുതാം. ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ 4000, ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് 150, സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ 75. എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ് അല്ലേ, അത് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കണം. ഏത് ബാലൻസ് ഷീറ്റിലാണ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ്. കാരണം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നതെല്ലാം കറൻറ്റ് ഇയറിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലുള്ള ക്യാപിറ്റൽ നേച്ചറുള്ള എല്ലാ ഐറ്റം എഴുതേണ്ടത് എവിടെയായിരിക്കണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലായിരിക്കണം. അപ്പോൾ ഇവിടെ ലയബിലിറ്റി സൈഡിൽ എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ്സ് 15,000. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിരിക്കണം. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ഇനി പേയ്മെൻറ്റ് സൈഡ് എടുക്കാം. പേയ്മെൻറ്റ് സൈഡിൽ എഴുതാത്ത റവന്യൂ പേയ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാലറി എഴുതി കഴിഞ്ഞു, ചാരിറ്റി റവന്യൂ പേയ്മെൻറ്റ്സ്, പ്രിൻറ്റിങ് റവന്യൂ പേയ്മെൻറ്റ്സ്, റെൻ്റ് ആൻഡ് റൈറ്റ്സ് എഴുതിയതാണ്, പോസ്റ്റേജ് റവന്യൂ, അഡ്വർടൈസ്മെൻറ്റ് എഴുതി കഴിഞ്ഞു. ഫർണിച്ചർ ഏതാണ്? ക്യാപിറ്റൽ നേച്ചറിൽ, അതായത് ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അതെവിടെ എഴുതാം? ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇൻഷുറൻസ് എഴുതി. അഡ്വാൻസ് ഫോർ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ അഡ്വാൻസ് കൊടുത്തതാണ്, ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. അപ്പോൾ ഇവിടെ എഴുതാത്ത റവന്യൂ പേയ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണ്? ചാരിറ്റീസ്, പ്രിൻറ്റിങ്, പോസ്റ്റേജ്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്കത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. എക്സ്പെൻഡിച്ചർ സൈഡിൽ ചാരിറ്റീസ് 14,500, പ്രിൻറ്റിങ് 300, പോസ്റ്റേജ് 100. ഇനി ബാക്കി ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫർണിച്ചർ, അഡ്വാൻസ് ഫോർ ബിൽഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ 750, അഡ്വാൻസ് ഫോർ ഫുൾ ബിൽഡിംഗ് 5,000, ഇൻവെസ്റ്റ്മെൻറ്റ് 14,000. ലാസ്റ്റ് വൺ ഏതാണ്? ബാലൻസ് ക്യാരിഡ് ഓൺ, ക്ലോസിംഗ് ബാലൻസ്. ഏതിൻ്റെയൊക്കെയാണ്? ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ്സ്, ക്യാഷ് ഇൻ കറൻറ്റ് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്. ക്ലോസിംഗ് ബാലൻസ് ആയതുകൊണ്ട് ഏത് ബാലൻസ് ഷീറ്റിൽ എഴുതാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ഇൻ കറൻറ്റ് അക്കൗണ്ട് 2,000, ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ്സ് 8,000, ക്യാഷ് ഇൻ ഹാൻഡ് 725. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെയും അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന പുതിയ പോയിൻ്റ് എന്ന് പറയുന്നത് എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ്സ് ആണ്. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി എന്തെങ്കിലും ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിരിക്കണം. ഇനി ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ചെയ്യാം. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ ബാലൻസ് ചെയ്ത് വന്നപ്പോൾ സർപ്ലസ് ആണ് കിട്ടിയിരിക്കുന്നത്. സർപ്ലസ് 975. സർപ്ലസ് എന്താ ചെയ്യേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ആകെ കൂടി ഉണ്ടായിരുന്ന ഏതായിരുന്നു? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓൺ ഡെപ്പോസിറ്റ്സ്, ക്യാഷ് ഇൻ കറൻറ്റ് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ്. ഇത് 3 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വേറെ കഴിഞ്ഞ വർഷത്തെ ഒരു ലയബിലിറ്റിയും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്ര കിട്ടി? 7,700. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 7,700, ആഡ് സർപ്ലസ് 975. പിന്നെ നമ്മൾ നേരത്തെ ലെഗസീസും ഡൊണേഷനും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണ്? 15,675. അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്തു, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിച്ചു, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതി. ഇനി 2 സൈഡും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 31,225. അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് ഏതാണ്? എൻഡോമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ്സ് ആണ്. ഫണ്ട് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം.
പിന്നെ ഓർക്കേണ്ടത് എന്തെങ്കിലും എക്സ്പെൻസ് ഇതിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്ത് എന്തെങ്കിലും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിരിക്കണം. ബാക്കിയുള്ള എമൗണ്ട് കോളത്തിൽ എഴുതാവൂ.